ദുഷ്ടൻ പന പോലെ വളരും എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു വാചകം ബൈബിളിലില്ല. ദുഷ്ടൻ പന പോലെ വളരും എന്ന് നമ്മൾ വെറുതെ സങ്കല്പിക്കുന്നതാണ്. നിങ്ങൾ പുറത്ത് നോക്കുമ്പോൾ സകല ദുഷ്ടതകളും കാണിച്ചവരൊക്കെ പന പോലെ വളർന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അകത്ത് മരുഭൂമി കാത്തു സൂക്ഷിക്കുന്ന പനകളാണ് അവരെങ്കിലോ. എനിക്ക് പരിചിത അവസ്ഥയിലുള്ള ഒട്ടുമിക്ക ദുഷ്ടതയിലൂടെ വളർന്നവരും അകത്ത് കൊടും അഗ്നിയും തീരാത്ത ശോകവും മാറാത്ത വ്യാധിയും ആകുല വ്യാകുല ഭാവങ്ങളൊക്കെ ഉള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ദുഷ്ടം പന പോലെ വളരുന്നു എന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പം മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളെപ്പോഴും ഭയങ്കര നെഗറ്റീവാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം, നിങ്ങൾക്ക് വല്ലാത്ത അസൂയ, നിങ്ങൾക്ക് എല്ലാത്തിനോടും വല്ലാത്ത അസഹിഷ്ണുത, നിങ്ങളെവിടെയും നെഗറ്റിവിറ്റിയുടെ ഏതോ ഒരു മാറ്റില് പോലെയായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് കേൾക്കേണ്ട ചങ്ങാതി, നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഓർത്തേക്കുക, മറ്റുള്ളവരെ നിരന്തരം ദ്രോഹിക്കുന്നവർ അവരവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും മാറാത്ത വ്യാധിയും ആദിയും അവർ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ബിഹേവിയറും ചിന്തകളും വാക്കുകളും നമുക്ക് എത്രത്തോളം ദ്രോഹം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ചീത്ത ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിന് ഒരുപാട് കാരണങ്ങൾ, ഡി ഫാക്ടർ എന്നാണ് ഈ നെഗറ്റീവ് കാര്യങ്ങളെയൊക്കെ വിളിക്കുക. അപ്പം നിങ്ങൾ ഒരുപാട് ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡി ഫാക്ടർ, ഡാർക്ക് ഫാക്ടർ ഓഫ് പേഴ്സണാലിറ്റി കൂടുതൽ ഡാർക്കറായി മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ വല്ലാതെ പിരിമുറുക്കവും ദേഷ്യവും വെറുപ്പും അസൂയൊക്കെ വരുമ്പോൾ രണ്ട് ഹോർമോണുകളാണ് അത് ശക്തമായിട്ടുണ്ടാകുക: അഡ്രിനാലിനും കോർട്ടിസോളും. അഡ്രിനാലിൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് കരുത്ത് നൽകുന്നതാണ്, പക്ഷേ അത് അമിതമായി കഴിയുമ്പോൾ നിങ്ങളെ കൊല്ലുന്ന, തിന്നുന്ന ഒരു ഹോർമോണായിട്ടത് മാറും. കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോണാണ്. ഇനി നിങ്ങൾക്ക് ആവാത്ത വിധത്തിൽ ഈ നെഗറ്റീവ് ഹോർമോണുകൾ കൂടുമ്പോൾ അതിന് സ്പൈക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഹോർമോൺ സ്പൈക്ക്, നെഗറ്റീവ് ഹോർമോൺ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ്. നിങ്ങളുടെ BP ലെവൽ വളരെ ഹൈ ആവുന്നു, റെസ്പിറേറ്ററി റേറ്റ് വളരെ നിയന്ത്രണാതീതമായി മാറുന്നു, നിങ്ങളുടെ പേശികൾ വല്ലാതെ വലിഞ്ഞു മുറുകുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം തടസ്സത്തിലാവും. നമുക്ക് ചീത്തയായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം കടുത്ത ദേഷ്യം. എല്ലാവരോടും നിങ്ങൾക്ക് കടുകടുത്ത ദേഷ്യമെന്ന് വിചാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ആ ദേഷ്യത്തെ ധ്യാനത്തിലൂടെ, ബ്രീതിങ്ങിലൂടെ, ചിന്തകളിലൂടെ, നല്ല സാമീപ്യത്തിലൂടെ നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെയല്ല കൊല്ലുന്നത്. നിങ്ങളുടെ ധാരണ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ചത്തൊടുങ്ങുന്നുണ്ട്, ഞാൻ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, നിങ്ങൾ കൊല്ലുന്ന ആളുകളെക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തല്ല കൂടുതൽ കൊലപാതകം സംഭവിക്കുന്നത്, അകത്താണ്. നിങ്ങളെ തന്നെ ജീവനോടെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ദേഷ്യത്തിലൂടെ. ഇനി ബയോളജിക്കലായിട്ട് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോർട്ടിസോളും അതുപോലെ തന്നെ അഡ്രിനാലിനും ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഞാൻ, BP കൂടും, ഹാർട്ട് റേറ്റ് നിയന്ത്രണാതീതമാവും, പൾസ് റേറ്റ് മാറിപ്പോവും, പതുക്കെ നിങ്ങളുടെ മുഖം പോലും മാറിപ്പോവും. കാരണം നിങ്ങൾ വല്ലാതെ ദേഷ്യപ്പെട്ട് അഗ്നിപർവ്വതം പോലെ പുകഞ്ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുകഞ്ഞെരിയുന്ന നിങ്ങൾക്ക് അകാല വാർദ്ധക്യം വരും. പെട്ടെന്ന് മുടിയൊക്കെ നരച്ചു പോകും, പെട്ടെന്ന് ചുളിവുകൾ വരും, പെട്ടെന്ന് നിങ്ങൾക്ക് രോഗസാധ്യതകൾ വരും. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കടുത്ത ദേഷ്യമുള്ളവർക്ക് കടുത്ത നീർവീഴ്ച ഉണ്ടാവുമെന്ന്, ഇൻഫ്ലമേഷൻ? അത് സാധിക്കും സുഹൃത്തെ. അതായത് നിങ്ങൾ ഈ ദേഷ്യപ്പെട്ട് അകത്ത് മൊത്തത്തിൽ കൊളാക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നീര് വന്ന് വീർക്കുകയാണ്.
അതൊക്കെ സംഭവിക്കും. നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കുക. ഞാൻ പറയുന്നത് പൊട്ടത്തരാണെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറോട് ചോദിക്കുക, ദേഷ്യവും ഇൻഫ്ലമേഷനും മറ്റും തമ്മിൽ ബന്ധമുണ്ടോ? ഇനി ഇൻഫ്ലമേഷനൊക്കെ ശരീരത്തിൽ ഒരുപാട് കൂടിക്കഴിയുമ്പോൾ, നീർവീഴ്ച ഒരുപാട് കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവുന്നു, പ്രതിരോധ ശക്തി കുറയുന്നു, നിങ്ങൾ പെട്ടെന്നങ്ങ് മരിച്ചു പോകുന്നു. ഇത് സംഭവിക്കാൻ ഇടവരുത്തേണ്ട ആവശ്യമുണ്ടോ? കാലത്തിന് മുമ്പ് ചാകേണ്ട ആവശ്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ലോ ഡൗൺ, കുറച്ചുകൂടി കാം ഡൗൺ, കുറച്ചുകൂടി ആളുകളെക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ വളരെ നല്ലതായിരിക്കും. ഐ വാണ്ട് ദ ടെറിബിൾ, റഷ്യൻ സാറായിരുന്നു. ടെറിബിൾ എന്ന പേരിൻ്റെ കൂടെയുള്ള ഏക ചക്രവർത്തിയാണ്. ഐ വാണ്ട് ദ ടെറിബിൾ. ടെറിബിളായിരുന്നു, കടുത്ത ദേഷ്യക്കാരൻ, എല്ലാവരും കീഴടക്കുന്ന ആക്രമണോത്സുകനായ മനുഷ്യൻ. ഇതൊക്കെയാണ് അയാൾ. അവസാനം ഇയാൾക്ക് എന്താ പറ്റിയത്? ഇയാൾ 53-ാമത്തെ വയസ്സിൽ മരിക്കുന്നുണ്ട്. അത്രയ്ക്ക് രാജകീയ ജീവിതം നയിക്കുന്ന ഒരാൾ 53-ാമത്തെ വയസ്സിലൊന്നും മരിക്കേണ്ട ആവശ്യമില്ല. എന്താ പറ്റിയത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾക്ക് ബോൺ പ്രൊലാപ്സ് വരുന്നു. ഈ ഭയങ്കര ദേഷ്യവും മറ്റുള്ള ആളുകൾക്ക് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ കൂടും. നിങ്ങളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് അസ്ഥി സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമായിട്ട് ആങ്കർ മാറാറുണ്ട്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു. അയാൾ പ്രീമെച്യൂറായിട്ട് തന്നെ വയസ്സിനെ പോലെയായിട്ട് മാറി. മുടിയൊക്കെ നരച്ചു, അല്ലാതെ ചുളിവുകളൊക്കെ വന്നു. അങ്ങനെ പ്രീമെച്യൂറായിട്ട് 53-ാമത്തെ വയസ്സിൽ, 53-ാം വയസ്സും മരിക്കേണ്ട പ്രായമൊന്നുമില്ലല്ലോ, അയാൾ മരിച്ചു. ഐ വാണ്ട് ദ ടെറിബിൾ, ടെറിബിളായിട്ട് അങ്ങ് മരിച്ചുപോയി. അടുത്തൊരാൾ സ്റ്റാലിൻ. സ്റ്റാലിൻ ഭയങ്കര നെഗറ്റിവിറ്റി ആളാണ്. ദേഷ്യം മാത്രമല്ല, അസൂയയും മനുഷ്യരോട് മുഴുവൻ പുച്ഛവും വെറുപ്പും അസഹിഷ്ണുതയും എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾക്കെന്താ പറ്റിയത്? അയാൾ സൈക്കോളജിക്കൽ പ്രിസണിലായി മാറി. അവസാന കാലഘട്ടങ്ങളിൽ സ്വയം തീർത്ത ഏതോ ഒരു തടവറയിൽ തടവുപുള്ളിയെപ്പോലെ ദയനീയമായിട്ട് അയാൾ ജീവിക്കുകയായിരുന്നു അവസാന നാളുകളിൽ. സോറിയാസിസ് വന്നു. ഈ സോറിയാസിസും നെഗറ്റിവിറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡോക്ടറോട് ചോദിച്ചു നോക്കുക, ബന്ധമുണ്ടോ എന്ന്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ത്വക്ക് രോഗങ്ങളും നിങ്ങളുടെ പല രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. ഇത് പറയുമ്പോൾ ഈ അസുഖം വന്നവർ മുഴുവൻ നെഗറ്റീവാണെന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും നെഗറ്റിവിറ്റി എന്ന് വരണമെന്നില്ല, പക്ഷേ നെഗറ്റിവിറ്റിയിൽ നിന്നും പല അസുഖങ്ങളും വരാം. അപ്പോൾ ഇയാൾക്ക് പല തരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫേറ്റലായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്ന് ഇയാൾ മരിച്ചു. നിങ്ങൾക്ക് കോപവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കൊണ്ടുനടക്കുന്നവരാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത 10 മടങ്ങ് കൂടുതലാണെന്ന് എത്രയോ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ശാന്തമായി ജീവിച്ചു നോക്കുക. എങ്ങനെയും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരിക്കും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല എന്നുകൊണ്ട് ജീവിക്കണോ? ഡെഡ് മാൻ വാക്കിംഗ് സിനിമയുടെ പേരാണ്. ഈ ഡെഡ് മാൻ വാക്കിംഗ് എന്ന അവസ്ഥയിലാണ്. അകത്തും ജീർണത പുറത്തും ജീർണത, അകത്തും ഇരുട്ട് പുറത്തും ഇരുട്ട്, ചെല്ലുന്നിടത്തൊക്കെ മരണം. ചില ആളുകൾ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മൂഡ് ഓഫ് ആകുന്ന അവസ്ഥയാണ്. നിങ്ങൾ അങ്ങനെയാണോ എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത്? ചില ആളുകളെ കാണുമ്പോൾ തന്നെ മനുഷ്യർക്ക് വല്ലാത്തൊരു പേടി വരികയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൻ്റെ എതറിക് ബോഡി എന്ന് പറയുന്ന ഒരു 2 ഇഞ്ച് വ്യാസത്തിലുള്ള ശരീരമുണ്ട്. നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ എതറിക് ബോഡി ഒരു തരം ഡാർക്ക് വയലറ്റ് കളറിലുള്ള ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുള്ളത് കൊണ്ട് നിങ്ങൾ എവിടെ ചെന്നാലും ആളുകൾ മൂഡ് ഓഫായി പോകും, ആളുകൾക്ക് സങ്കടം വരും, ആൾക്ക് ശബ്ദിക്കാൻ പോലും പറ്റില്ല. അത് നിങ്ങൾ വളരെ പോസിറ്റീവ് ആണെങ്കിലോ നിങ്ങളുടെ എതറിക് ബോഡി, ഔറ എന്ന് വിളിക്കപ്പെടുന്ന എതറിക് ബോഡി ഒരുതരം വൈറ്റ് യെല്ലോയിഷ് കളറിലായിരിക്കും. നമ്മൾ ഈ വിശുദ്ധരുടെയൊക്കെ ചിത്രം വരക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ചുറ്റും തലയ്ക്ക് ചുറ്റും ഹാലോ ചിഹ്നം വരച്ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റിയലാണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ നെഗറ്റിവിറ്റിയുള്ള ആളാണെങ്കിൽ അവിടെ ഒരു ഹാലോയും ഉണ്ടാവില്ല, വല്ലാത്ത നെഗറ്റിവിറ്റിയുടെ മേളനമാണ്. അത് ആളുകളൊക്കെ കീഴ്പ്പെടുത്തി കളയും. അതിനൊക്കെ ഇടവരുത്തണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കുക. ഈ ബൈബിളിൽ സുവിശേഷത്തിലുള്ള ഹെറോദ് ദ ഗ്രേറ്റ്, അയാൾ ഗ്രേറ്റ് എന്നൊക്കെ പേരോട് ചേർക്കപ്പെട്ട പക്ഷേ ഭയങ്കര പാരനോയിക്കായിരുന്നു. അവസാന കാലഘട്ടങ്ങളിലായിരുന്നപ്പോഴത്തേക്ക് ഈ പാരനോയ കൂടിക്കൂടി അൾസർ, റെസ്പിറേറ്ററി പ്രോബ്ലംസും എല്ലാം കൂടി ചേർന്നാണ് ഈ മനുഷ്യൻ മരിക്കുക. അപ്പോൾ അയാൾക്ക് കോർട്ടിസോൾ
ആ സ്പൈക്കും മൂലം ഉണ്ടായ അസുഖങ്ങളാണ് അദ്ദേഹത്തെ കൊന്നതെന്ന് ഇന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഹിറ്റ്ലർ എന്ന വ്യക്തി, നിങ്ങൾ കരുതും അയാൾ കരുത്തിൻ്റെ പ്രതീകമായിരുന്നു, ദുർബലതയുടെ പ്രതീകമായിരുന്നു. എല്ലാ തരത്തിലും ലോകത്തോട് മുഴുവൻ വെറുപ്പ്, അറപ്പ്. ഇങ്ങനെയുള്ള മനുഷ്യന് സത്യത്തിൽ ആളുകളെ പേടിയായിരുന്നു. പേടി, മാനിയാക്കായിരുന്നു, പാരനോയിക്കായിരുന്നു, ഉറക്കം കിട്ടുന്നുണ്ടല്ല, ഇൻസോമിനിയാക്കായിരുന്നു. അയാൾക്ക് ഉറക്കമില്ല, പേടിയാണ്, ഭക്ഷണം കഴിക്കാൻ പോലും ഇയാൾക്ക് പേടിയായിരുന്നു. കാരണം ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടാവും എന്നുള്ള പേടിയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് പ്രണയബന്ധം, ദാമ്പത്യബന്ധം പുലർത്താൻ ഇയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയായിരുന്നു. നിയോ ബ്രൗൺ നിഴൽ പോലെ ഇയാളെ പിന്തുടരുന്നതാണ്. മരിക്കുന്നത് വരെ സ്നേഹം അവർ കാണിച്ചതാണ്, ഇയാൾ കാണിച്ചതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാത്ത ഒരു പാരനോയിക്കായി, ന്യൂറോട്ടിക്കായിട്ടാണ് അയാൾ ജീവിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ, ഇയാൾ ഒരു തരത്തിൽ നൊന്ത് നീറി ജീവിച്ച അവസാനം മരിച്ച് ജീവിതം ഒടുക്കിയ മനുഷ്യനാണ്. ഇതാണ് നമ്മളുടെ ആങ്കറൊക്കെ നമ്മൾ എത്തിച്ചേർക്കുന്ന ഇടം. ഇനി ഭയങ്കര അസൂയുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അസൂയാലുക്കൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അസൂയ നിങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാർഡിയോ വസ്കുലർ ഡാമേജ്, BP കൂടും, ബ്ലഡ് വെസൽസ് ഡാമേജ്ഡ് ആവും, നിങ്ങൾക്ക് സ്ട്രെസ് വരും, കോർട്ടിസോൾ കൂടിക്കൂടി ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും വരും. ദേഷ്യത്തിൻ്റെ അതേ വഴികളിലൂടെയാണ് അസൂയയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം വരും. അതായത് അസൂയ മൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെപ്പോഴും ദഹന സംബന്ധിയായ പ്രശ്നങ്ങളാണ്. കാരണം നിങ്ങൾ ഏത് നേരം നോക്കിയാലും മറ്റൊരാളുടെ വളർച്ചയെക്കുറിച്ച് ഓർത്ത് അസൂയ കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കില്ല, ഉറക്കം കൃത്യമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല, ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് ഇറിറ്റബിൾ ബൗൾ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, അസുഖങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഇയാൾക്ക് അസൂയാണോ എന്ന് ചോദിച്ചേക്കരുത്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അസൂയ മൂത്ത് ചില മനുഷ്യർ അവരവരുടെ തന്നെ ജീവിതം കെടുത്തിക്കളയാണ്. കെടുത്തിക്കളയുമ്പോൾ അവർ മറ്റുള്ളവരുടെ നാളങ്ങൾ കെടുത്തിക്കളയുന്നുണ്ട്. കെട്ടൊരാൾ മറ്റുള്ളവരെ കൂടി കെടുത്തിക്കളയാണ്, പെട്ടൊരാൾ മറ്റുള്ളവരെ കൂടി പെടുത്തിക്കളയുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. ഇനി വല്ലാതെ അസൂയയും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസിനെയും നെർവ്സിനെയും അത് വളരെയധികം ബാധിക്കാറുണ്ട്. ലോലമായിട്ടുള്ള പല വെയിൻസിനെയും അതില്ലാതാക്കുന്നു, ക്രഷ് ഡൗൺ ആക്കി, ഡിസ്ട്രോയിഡ് ആക്കി, നിങ്ങളെ തന്നെ ഇല്ലാതാക്കി കളയുകയാണ്. അങ്ങനെയൊക്കെ ദേഷ്യവും അതുപോലെ എൻവിയും നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാകുന്നതും കൊല്ലുന്നതും നിങ്ങൾ തന്നെയായി മാറുന്നു. ഇനി ചീത്ത ചെയ്തു കഴിഞ്ഞാൽ മുഖം മങ്ങും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം കായനോട് ചോദിക്കുന്നു, നിൻ്റെ മുഖം എന്താ ഇരുണ്ടിരിക്കുന്നത്? അതൊരു വളരെ നല്ലൊരു ചോദ്യം. എന്താ നിൻ്റെ മുഖം ഇരുണ്ടിരിക്കുന്നത്? നീ പാപം ചെയ്തുകൊണ്ടാണ്. ചീത്ത ചെയ്യുമ്പോഴും മുഖം ഇരുണ്ടു പോകും. ഞാൻ പറയുന്നത് ത്വക്കിൻ്റെ കളറിനെ കുറിച്ചല്ല, മറിച്ച് ഇരുണ്ട അവസ്ഥകളെക്കുറിച്ചാണ്. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മോശമായത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുതരം പാരനോയിയ വരും, എങ്സൈറ്റി വരും. നേരത്തെ പറഞ്ഞതുപോലെ ആഡ്രിനാലിൻ, കോർട്ടിസോൾ സ്പൈക്ക് ഉണ്ടാകും. അപ്പോൾ സംഭവിക്കുന്ന വലിയൊരു മാറ്റം എന്താണ്? കൊളേജിൻ, എലാസ്റ്റിൻ എന്ന് 2 പ്രോട്ടീനുകളുണ്ട്. അവയുടെ പ്രവർത്തനത്തെ ഇത് സാരമായിട്ട് ബാധിക്കും. ഈ കൊളേജിൻ, എലാസ്റ്റിൻ ഈ 2 ഹോർമോണുകളാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പും സൗന്ദര്യവും സ്നിഗ്ധതയും അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നിലനിർത്തുന്ന സാധനങ്ങൾ. ഇത് രണ്ടും ഇല്ലാതായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പ്രായം ഉള്ളതായി തോന്നുന്നു. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾ ചിരിക്കുമ്പോൾ പോലും ആ ചിരി അല്ലാത്തൊരു ചിരിയായി മാറുന്നു. മുഖത്ത് ചാലുകൾ കൂടിക്കൂടി വരുന്നു. മൊത്തത്തിലൊരു പ്രസരിപ്പ് ഇല്ലാതായി മാറുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നമ്മുടെ റിങ്കിൾസും ടെൻഷൻ സോൺസും ഒക്കെ കൂട്ടുന്ന ഈ ചീത്ത ഭാരങ്ങളൊക്കെ ചുമക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന തീവണ്ടിയിൽ മാത്രമല്ല, ഹൃദയത്തിൽ എഴുതി വെക്കണം. എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റിയുടെ ഭാരം ചുമന്ന് നടക്കുന്നത്?
ഇനി ദിവസത്തിൽ പല പ്രാവശ്യം കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധാരണ നമ്മുടെ ടെൻഷനൊക്കെ റിലീസ് ഉണ്ടാകുമെന്നാണ്. അല്ല, കുറ്റം പറഞ്ഞ് നിങ്ങളിങ്ങനെ നടക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തന്നെ കഴുമരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിങ്ങൾ കൊച്ചാക്കിയവരെക്കാളും കൊച്ചാക്കപ്പെടുന്നത്, കൊച്ചാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ്. അതൊരു കൊച്ചു കാര്യമൊന്നുമല്ല, അതൊരു വലിയ കാര്യമാണ്. നിങ്ങളെ തന്നെ കുരിശിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, കൊച്ചു ജീവിതമാണ്. പറ്റാവുന്നത്ര നന്മ ചെയ്യുക, പറ്റാവുന്നത്ര സ്നേഹം ചൊരിയുക, പറ്റാവുന്നത്രയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദാനമായിട്ട് കൊടുക്കുക. എന്നുള്ള സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി നല്ല യാത്ര ഞാൻ പൂർത്തിയാക്കി, നല്ല ഓട്ടം ഞാൻ ഓടി എന്ന് പറഞ്ഞിട്ട് ഒരു വിക്ടറി സൈനൊക്കെ കാണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതല്ലേ ജീവിതം, അതല്ലേ അഴകുള്ള ജീവിതം. നല്ല യാത്ര നേരുന്നു.